ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണ്. നമ്മുടെ കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ഈ ഭാഗത്ത് നിന്ന് കാണാറുണ്ട്. ഈ ഡെസിമൽ ഫോം അഥവാ ദശാംശ സംഖ്യകൾ എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ അതിൽ എന്തൊക്കെയെല്ലാം പഠിക്കണമെന്ന് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഒന്ന് കൺവേർഷൻ അതിൽ പിന്നെ ദശാംശ സംഖ്യകളെ ഫ്രാക്ഷൻ ആയിട്ടും മറ്റും കൺവേർട്ട് ചെയ്യുന്നത് അതൊന്ന്. പിന്നെ അടുത്തത് അഡീഷൻ, അതിന്റെ അഡീഷൻ അറിഞ്ഞിരിക്കണം. അഡീഷൻ അറിഞ്ഞാൽ മാത്രമേ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അഡീഷൻ. പിന്നെ അടുത്തത് സബ്ട്രാക്ഷൻ അറിഞ്ഞിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം, ഡിവിഷൻ അറിഞ്ഞിരിക്കണം. ഇത്ര മാത്രം മതിയോ? ഇല്ല അല്ലെ. വേറൊരു സെക്ഷനിൽ നിന്നും കൂടി ക്വസ്റ്റ്യൻ കണ്ടുവരാറുണ്ട്, റെക്കറിംഗ് ഫോംസ് എന്ന് പറഞ്ഞിട്ട്. അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റെക്കറിംഗ് ഫോംസ്. ഇത്രയും ഭാഗത്ത് നിന്നാണ് ഡെസിമൽ അഥവാ ദശാംശ സംഖ്യകൾ എന്ന പാഠഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കി തുടങ്ങാമല്ലേ. സിമ്പിൾ ടു മീഡിയം ടു ഡിഫിക്കൽട്ട്, ആ ഒരു ലെവലിൽ പോവാട്ടോ. ചുവടെ തന്നിരിക്കുന്ന ഭിന്നക രൂപങ്ങളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. ഭിന്നക രൂപങ്ങളൊന്നും തന്നിട്ടില്ല അല്ലെ. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് എഴുതാം. 5/10. ഈ 5/10 എങ്ങനെയാ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക നോക്കുക. ഇവിടെ താഴെ 0 വരുമ്പോഴും ഒരു 0 ആണെങ്കിൽ പോയിന്റിന് ശേഷം ഒരു നമ്പർ മതി. 2 0 ആണെങ്കിൽ പോയിന്റിന് ശേഷം 2 നമ്പർ. അപ്പൊ 5/10 എങ്ങനെ എഴുതാം? പോയിന്റിന് ശേഷം ഒരു നമ്പർ മതി അല്ലെ, 0.5. ഇപ്പൊ 0.5 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 0.5 എന്ന് എഴുതാം കേട്ടോ. 0.5. ഇനി സെക്കൻഡ് വൺ 58/100. അപ്പൊ ഇവിടെ താഴെ 2 0 വന്നു. അപ്പൊ പോയിന്റിന് ശേഷം 2 സംഖ്യകൾ വേണം. അപ്പോ 8 5 2 സംഖ്യകളായല്ലേ. പോയിന്റ് ഇടുക, ഒരു 0 ചേർക്കുക. 0.58 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 57/10. 57/10. അപ്പൊ ഇവിടെ ഒരു 0 ആണുള്ളത്. അപ്പൊ പോയിന്റിന് ശേഷം എത്ര സംഖ്യ മതി? ഒരു സംഖ്യ മതി അല്ലെ. നമ്മുടെ സംഖ്യ 57 ആണ്. അപ്പൊ പോയിന്റിന് ശേഷം ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ 5.7 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50/100. 50/100. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം എത്ര സംഖ്യ വേണം? 2 സംഖ്യ വേണം അല്ലെ. നമ്മുടെ അംശത്തിലുള്ള സംഖ്യ 50 ആണ്. അപ്പോ 1 2 പോയിന്റ് ഇവിടെ വരും. 0.50. 0.50 പോയിന്റിന് ശേഷം 0 വന്നിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല കേട്ടോ. 50 ഏറ്റവും ലാസ്റ്റ് 0 വന്നിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിന് എന്ത് എഴുതാം? 0.5 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എങ്ങനെ എഴുതിയാലും സെയിം ആൻസർ ആണ്. അതായത് 0.5 ഇത് ഏതിനോട് ഈക്വൽ ആണ്? 0.50. ഇത് ഏതിനോട് ഈക്വൽ ആണ്? 0.5000. അല്ലെ 00 000 അതൊക്കെ ആ 0 നമുക്ക് വാല്യൂ ഇല്ല, അത് ഒഴിവാക്കി കളിയാ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ തൊട്ട് കഴിഞ്ഞ സ്ലൈഡിൽ ഒരു നമ്പർ മുകളിൽ ഒരു നമ്പർ വന്ന് താഴെ 10 പിന്നെ 100 1000 അങ്ങനെയൊക്കെ വന്നിട്ട് എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാന്ന് പഠിച്ചു അല്ലെ. ഇനി ഇത് നിങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എപ്പോഴും 1/10. 1/10 എന്ന് പറയുന്നത് എത്രയാണ്? 0.1 ആണ് കേട്ടോ. 1/10. അതുപോലെ 1/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/100 എന്ന് പറയുന്നത് 2 0 ഇല്ല. അപ്പൊ 0.01. അതായത് പോയിന്റിന് ശേഷം 2 സംഖ്യകൾ വേണം, 1 2 സ്ഥാനങ്ങൾ വേണം. അപ്പൊ ഇവിടെ 1 2. ഇനി അടുത്ത അതേപോലെ 1/1000. 1000ത്തിന് എത്ര 0 ഉണ്ട്? 3 0 ആണ് അല്ലെ. അപ്പൊ പോയിന്റിന് ശേഷം എത്ര സംഖ്യ വേണം? 3 സംഖ്യ വേണം. അപ്പൊ ഓൾറെഡി 1 ഇവിടെയുണ്ട്. 1 2 3 പോയിന്റ് ഇട്ട് കൊടുക്കുക, ഒരു 0യും കൊടുക്കുക. ഇനി അടുത്തത് 1/10000 ആണെങ്കിലോ 1/10000 4 സ്ഥാനം വേണം അല്ലെ. അപ്പൊ പോയിന്റിന് ശേഷം 4 സ്ഥാനം വേണം. 1 2 3 4 ഒരു പോയിന്റ് കൊടുക്കുക, 0. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ദശാംശ രൂപങ്ങളുടെ ഭിന്നരൂപം. ദശാംശ രൂപങ്ങളുടെ ഭിന്നരൂപം. ഒരു ദശാംശ രൂപം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ ഭിന്നരൂപം കണ്ടെത്തുകയാണ്. അപ്പൊ ഇവിടെയുള്ള ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ദശാംശ രൂപം 0.002 ആണ് അല്ലെ. 0.002. ഇതിനെയാണ് നമുക്ക് ഏതിലേക്ക് മാറ്റേണ്ടത്? അതിന്റെ കറസ്പോണ്ടിങ് ഭിന്നക രൂപത്തിലേക്ക്, അത് ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റേണ്ടത്. അതായത് p/q ഫോമിലേക്ക് മാറ്റുക വേണ്ടത്. ഇതിനെ p/q ഫോമിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നോക്കുക, പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? പോയിന്റിന് ശേഷം 1 2 3 സംഖ്യ. അപ്പൊ 3 സംഖ്യ വരുമ്പോൾ 1000 കൊണ്ട് ഒന്ന് ഹരിച്ചാൽ മതി.
ഒരു സംഖ്യ ആണെങ്കിൽ 10 കൊണ്ട് ഹരിക്കുക, പോയിന്റിന് ശേഷം ഒരു സംഖ്യ ആണെങ്കിൽ 10 കൊണ്ട് ഹരിക്കുക, രണ്ട് സംഖ്യ ആണെങ്കിൽ 100, മൂന്ന് സംഖ്യ ആണെങ്കിൽ 1000, നാല് സംഖ്യ ആണെങ്കിൽ 10,000, അങ്ങനെ പോകും കേട്ടോ. അപ്പൊ ഇവിടെ പോയിന്റ് ഒഴിവായി 2/1000 എന്നെടുത്ത് എഴുതാം. 2/1000 എത്രയാണ്? 1/ എത്ര വരും? 500 എന്നെടുത്ത് എഴുതാം. 1/500. ഓപ്ഷൻ നോക്കിയിട്ട് ഏതാണ് വരുന്നതെന്ന് നോക്കുക കേട്ടോ. 1/500 ആണ് ഓപ്ഷനിൽ ഇല്ലത് അല്ലെ. 2/1000 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത്ര ചെയ്താൽ മതി കേട്ടോ. ഇവിടെ 2/1000 ഓപ്ഷനിൽ ഇല്ല, അതുകൊണ്ട് അതിന്റെ ഉത്തരം 1/500 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 0.0025, അതിന്റെ ഏറ്റവും ചെറിയ ഭിന്നരൂപം. അപ്പൊ ഭിന്നരൂപം കണ്ടുപിടിക്കുക, അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. 0.0025 പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വന്നു? 1, 2, 3, 4. അപ്പൊ ഏതുകൊണ്ടാണ് ഹരിക്കേണ്ടത്? 4 സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനാണെങ്കിൽ 10 കൊണ്ട് ഹരിക്കുക, രണ്ട് സ്ഥാനാണെങ്കിൽ 100 കൊണ്ട് ഹരിക്കുക, മൂന്ന് സ്ഥാനാണെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുക, നാല് സ്ഥാനാണെങ്കിൽ 10,000 കൊണ്ട് ഹരിക്കുക അല്ലെ. പൂജ്യത്തിന്റെ എണ്ണം നോക്കിയാൽ മതി. 0, 4, 0 ആണ് 10,000. ഇവിടെ പോയിന്റിന് ശേഷം 4 സ്ഥാനാണുള്ളത്, അതുകൊണ്ട് 10,000 കൊണ്ട് ഹരിക്കുക. 10,000 കൊണ്ട് ഹരിക്കുമ്പോൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്പർ മാത്രം മതി കേട്ടോ. അതായത് 25/10,000 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത ഫോമിലായോ? ഇല്ല അല്ലെ. കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഒഴിവാക്കുക. കോമൺ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 25 കൊണ്ട് ചെയ്യാം കേട്ടോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് 5 കൊണ്ട് ചെയ്യാം. ഇവിടെ 5 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 5, 5, 25. 10 എത്ര വേണമുള്ളത്? 2, 5, 10 അല്ലെ. പിന്നെ ബാക്കി ആ 0 എടുത്ത് എഴുതുക. പിന്നെ ഒരു 5 കൂടി വീണ്ടും ചെയ്യാം. അപ്പൊ എത്ര വരും? 2-ലില്ല. 20-ൽ എത്ര 5 ഉണ്ട്? 4, 5, 20, 0, 0. അപ്പൊ എത്ര വരും? 1/400. 1/400 ആണ് ഇതിന്റെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത ഫോം. ഈ 1/400 ഹരിച്ചാൽ എത്ര തന്നെയാണ് കിട്ടുക? 0.0025. ഇത് നമുക്ക് പിന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും. ഇനി ചില ക്വസ്റ്റ്യൻ എന്തായിരിക്കും? 1/400ന്റെ ദശാംശ രൂപം. ദശാംശ രൂപം എങ്ങനെയാണ്? നിങ്ങൾ 1000ലേക്ക് കൺവേർട്ട് ചെയ്ത് നേരെ റിവേഴ്സ് എടുത്ത് ചെയ്താൽ 0.0025 ആൻസർ കിട്ടും. അത് നമുക്ക് പഠിക്കാം കേട്ടോ. അത് ഫ്രാക്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് ദശാംശത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ചുവടെ തന്നിരിക്കുന്ന അളവുകളുടെ ഭിന്നരൂപവും ദശാംശ രൂപവും എഴുതുക. ഭിന്നരൂപവും ദശാംശ രൂപവും. ആദ്യം നമുക്ക് ഭിന്നരൂപത്തിന്റെ ഇത് വരക്കാം അല്ലെ. ഭിന്നരൂപം, ദശാംശ രൂപം. ഭിന്നരൂപം എന്ന് പറയുന്നത് P/Q ഫോം. ദശാംശം എന്ന് പറയുമ്പോൾ പോയിന്റ് വരുന്നത് കേട്ടോ. 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ. എങ്ങനെ എഴുതുക? 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ. ഈ മില്ലിമീറ്ററിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ 5 സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താലും മതി കേട്ടോ. ഇവിടെ 2 യൂണിറ്റ് ഉണ്ട്, സെന്റിമീറ്ററും ഉണ്ട് മില്ലിമീറ്ററും ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു സെയിം യൂണിറ്റിലേക്ക് ആക്കുക. എന്നിട്ട് ഭിന്നരൂപം ദശാംശ രൂപം എഴുതുക. 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ. നമ്മൾ ഇതിനെങ്ങനെ എഴുതുക? 5, അതായത് 5.3 എന്ന് എഴുതുക അല്ലെ. 5.3 ഇത്രയും സെന്റിമീറ്റർ എന്നല്ലേ എഴുതുക നമ്മള്. 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 5.3 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ദശാംശ രൂപം എത്രയാണ്? 5.3. അപ്പൊ ദശാംശ രൂപം കിട്ടി. ഇനി ഭിന്നരൂപം കിട്ടണം. ഭിന്നരൂപം കിട്ടാൻ നിൽക്കുക. പോയിന്റിന് ശേഷം എത്ര സംഖ്യയാണുള്ളത്? ഒരു സംഖ്യയാണുള്ളത്. അപ്പൊ ഏത് കൊണ്ട് ഹരിക്കുക? 10 കൊണ്ട് ഹരിക്കുക. അതായത് 53/10 ഇത്രയും സെന്റിമീറ്റർ എന്ന് വരും. 53/10 സെന്റിമീറ്റർ. ഇനി നോക്കുക 7 മില്ലിമീറ്റർ. 7 മില്ലിമീറ്ററിനെ എങ്ങനെ എഴുതുക? 7 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 3 മില്ലിമീറ്റർ ആണെങ്കിൽ 0.3. അപ്പൊ 7 എന്ന് പറയുമ്പോൾ 0.7 അല്ലെ. 0.7 എന്ന് പറയും. അതായത് 0.7. അപ്പൊ അതിന്റെ ഭിന്നരൂപം എന്തായിരിക്കും? 7/10. 7/10 സെന്റിമീറ്റർ എന്ന് വരും. 7/10 സെന്റിമീറ്റർ. ഇനി അടുത്തത് 5 കിലോഗ്രാം 125 ഗ്രാം. 5 കിലോഗ്രാം 125 ഗ്രാം. ഇതിനെങ്ങനെയാ ചെയ്യുക? 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 1 കിലോഗ്രാം 1 കിലോഗ്രാം സമം 1000 ഗ്രാം ആണ് അല്ലെ. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ 125 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഒരു ഗ്രാം എന്ന് പറയുന്നത് 1/1000 കിലോഗ്രാം ആയിരിക്കും. 1 ഗ്രാം എന്ന് പറയുന്നത് 1/1000 കിലോഗ്രാം. അപ്പൊ നമുക്കിവിടെ 125 കിലോഗ്രാം ആണ് അല്ലെ കണ്ടുപിടിക്കേണ്ടത്. 125 ഗ്രാം ആണ് കണ്ടുപിടിക്കേണ്ടത്. 125 ഗ്രാം എന്ന് പറയുന്നത് 125/1000 കിലോഗ്രാം ആണ് വരിക. 125/1000 കിലോഗ്രാം. അപ്പൊ നമുക്കിവിടെ ഈ 125 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? 5 കിലോഗ്രാം പ്ലസ് 125/1000 അത്രയും കിലോഗ്രാം അല്ലെ. അപ്പൊ ഇത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ക്രോസ് ആയിട്ട് ആഡ് ചെയ്താൽ മതിയില്ലേ. അതായത് 5 ഗുണിക്കണം 1000 5000. 5000 പ്ലസ് 125 5125 എന്ന് വരും അല്ലെ.
5125/1000. അപ്പൊ ഇത് ഏത് ഫോമിലായി? ഭിന്നരൂപത്തിലായി അല്ലെ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഭിന്നരൂപം എന്താ എഴുതാ? 5125/1000. ഇനി അതിന്റെ ദശാംശ രൂപ പോയിന്റ് എത്ര സീറോസ് ആണുള്ളത്? 1 2 3. അപ്പൊ പോയിന്റ് ശേഷം എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം വേണം അല്ലെ. അപ്പൊ 1 2 3 0.5 5.125. അത്രയും എന്താണ് ഇത്? ഇത് കിലോഗ്രാമിലാട്ടോ, കിലോഗ്രാം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്തയിലേക്ക് പോയിക്കോട്ടെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ ചോദിക്കുക കേട്ടോ. തേർഡ് നോക്കുക. തേർഡ് വൺ അല്ല അല്ലെ, ഫോർത്ത് വൺ ആയിരിക്കും. 16 ലിറ്റർ 275 മില്ലി ലിറ്റർ. അപ്പൊ 1 ലിറ്ററിലും ആണുള്ളത്, 1 മില്ലി ലിറ്ററിലും ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്യണം. മില്ലി ലിറ്ററിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുക? ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 1000 മില്ലി ലിറ്റർ ആണല്ലേ. 1000 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മില്ലി ലിറ്റർ എത്രയായിരിക്കും? 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1/1000 ലിറ്റർ ആയിരിക്കും. 1/1000 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 275 മില്ലി ലിറ്റർ എത്രയായിരിക്കും? 275 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 275/1000 ലിറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി 16 ലിറ്ററും ഉണ്ട്. അപ്പൊ ആഡ് ചെയ്യുക. 16 ലിറ്റർ പ്ലസ് 275/1000 ലിറ്റർ. ക്രോസ് ആയിട്ടൊന്ന് ഗുണിക്കുക. 16 ഗുണിക്കണം 1000 16,000 പ്ലസ് 275 16,275 അല്ലെ. 16,275 എന്ന് വരും ബൈ 1000. ഏത് കിട്ടി? ഭിന്നരൂപം കിട്ടി അല്ലെ. ഭിന്നരൂപം എങ്ങനെ എഴുതാം? 16,275/1000. അതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ഇതിന്റെ ദശാംശ രൂപം നോക്കുക. അപ്പോ എത്ര സീറോ ഉള്ളത്? 1 2 3 അല്ലെ. അപ്പൊ പോയിന്റ് ശേഷം എത്ര നമ്പർ വേണം? 3 നമ്പർ വേണം. 5 7 2 3 സ്ഥാനായി പോയിന്റ് അല്ലെ. 16.275. അത്രയും കിലോഗ്രാം ആട്ടോ വരിക. സോറി, അത്രയും ലിറ്റർ ആണ് വരിക. അത്രയും ലിറ്റർ ആണ് വരുന്നത്. ഇനി അടുത്തത് 325 മില്ലി ലിറ്റർ. 325 മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര? 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1/1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 325 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 325/1000 ലിറ്റർ അല്ലെ. 1000 ലിറ്റർ. 325/1000 ലിറ്റർ. ഫ്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ബൈ 1000 കൊണ്ട് വരുമ്പോഴും മില്ലി ലിറ്റർ ലിറ്ററിലേക്കാകും. ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദശാംശ രൂപം എങ്ങനെ നോക്കുക? പോയിന്റ് ശേഷം എത്ര അല്ലെ സംഖ്യ വേണം നോക്കുക. അതിന്റെ ഡിനോമിനേറ്ററിൽ നോക്കുക എത്ര സീറോ ഉണ്ടെന്ന്. 1 2 3 സീറോസ് ഉണ്ട്. അപ്പോൾ പോയിന്റ് ശേഷം 3 സ്ഥാനം വേണം. 5 2 3 3 സ്ഥാനമായില്ലേ. 0.0. ഇതാണ് അതിന്റെ ദശാംശ രൂപം. അപ്പൊ ദശാംശ രൂപവും ഭിന്നരൂപവും ഏകദേശം ഒരു ഐഡിയ വന്നോ? അടുത്ത സ്ലൈഡിലേക്ക് പോകാം. സ്ഥാന വിലകൾ. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ പിരിച്ചെഴുതുക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. ഒരു 5-6 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിരിച്ചെഴുതാനല്ല, അതിലുള്ള പിരിച്ചെഴുതിയതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നതെന്ന്. 2.75 ഇതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? നമ്മൾ ഇപ്പൊ നോക്കുക. നമ്മൾ മുന്നേ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 25നെ എങ്ങനെ പിരിച്ചെഴുതും? 25ല് 2 10കളുണ്ട് അല്ലെ. 2 10 പ്ലസ് 5 ഒന്നുകളുണ്ട്. അതുപോലെ ഇങ്ങനെ ദശാംശം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും. 2.75 2.75 എന്ന് പറയുമ്പോൾ 2 ഒന്നുകൾ അല്ലെ. പോയിന്റ് ശേഷം മാത്രമുള്ളതാണ് വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പൊ 2 ഒന്നുകൾ. 2 ഗുണിക്കണം 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. പ്ലസ് ഇനി പോയിന്റിന് ശേഷം വരുന്നത്, അതായത് ഈ 7ന്റെ നോക്കുക. 7ന്റെ സ്ഥാനം എന്ന് പറയുന്നത് 1/10 വരുന്നത്. 1/10. അതുപോലെ ഈ 5ന്റെ സ്ഥാനം എന്ന് പറയുന്നത് 1/100 വരിക. തൊട്ടടുത്ത നമ്പർ ഉണ്ടെങ്കിൽ 1/1000 അങ്ങനെ പോകും കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഗുണിക്കണം 1/10 പ്ലസ് 5 ഗുണിക്കണം 1/100. ഇതിങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇതേപോലെ നോക്കാം. 25.125. 25ന് നമുക്ക് നോർമൽ ആയിട്ട് നമുക്ക് എഴുതാൻ അറിയാം അല്ലെ. 25 എന്ന് പറയുമ്പോൾ 2 10കൾ. 2 ഗുണിക്കണം 10 പ്ലസ് 5 ഒന്നുകൾ. 5 ഗുണിക്കണം 1 പ്ലസ് ഇനി പോയിന്റിന് ശേഷം വരുന്നത് എത്ര സംഖ്യയുണ്ട്? 1 2 3. അപ്പോ 1 ഗുണിക്കണം 1/10 പ്ലസ് 2 ഗുണിക്കണം 1/100 പ്ലസ്
5 ഗുണിക്കണം 1/1000. ഇങ്ങനെയാണ് സംഖ്യകൾ പിരിച്ചെഴുതുന്നത്. ദശാംശ സംഖ്യകൾ ഇതേപോലെയാണ് പിരിച്ചെഴുതുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. 125.0275. ഇതിനെ എങ്ങനെ പിരിച്ചെഴുതാം? 125 ഫസ്റ്റ് എഴുതാം അല്ലെ. ഒറ്റ 10 100. അതായത് ഇവിടെ ഒരു 100 ആണുള്ളത്. 1 ഗുണിക്കണം 100 പ്ലസ് 2 10കൾ 2 ഗുണിക്കണം 10 പ്ലസ് 5 ഒന്നുകൾ 5 ഗുണിക്കണം 1 പ്ലസ് ഇനി പോയിന്റിന് ശേഷം 0 ആണ്. അതായത് 1/10ന്റെ സ്ഥാനത്ത് 0 ആണ്. അപ്പൊ 0ക്ക് വാല്യൂ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ അടുത്തത് വേണമെങ്കിൽ എഴുതാം കേട്ടോ, എഴുതിയാലും തെറ്റൊന്നുമില്ല. 2 ഏതിന്റെ സ്ഥാനത്താണ് വരുന്നത്? 1/100ന്റെ. അതായത് 2 ഗുണിക്കണം 1/100 പ്ലസ് 7 ഗുണിക്കണം 1/1000 പ്ലസ് 5 ഗുണിക്കണം 1/10,000. ഇങ്ങനെയാണ് സ്ഥാനവിരകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? പിരിച്ചെഴുതാം. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് PSC ചോദിച്ചു കണ്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. 32.53 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 100ൽ ഒന്നുകളുണ്ട്? നമ്മൾ ഇവിടെ 32.53 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 100ൽ ഒന്നുകളുണ്ട്? എത്ര 100ൽ ഒന്നുകളുണ്ട്? അപ്പൊ നമ്മുടെ ഇവിടെയുള്ള സംഖ്യ ഏതാണ്? 32.53. 100ൽ 1 എന്ന് പറയുമ്പോൾ ഈ പാട്ട് നമുക്ക് ആവശ്യമില്ല അല്ലെ. പോയിന്റിന് ശേഷമുള്ളത് മാത്രമേ നമുക്ക് നോക്കണ്ടൂ. അപ്പൊ ഈ 5നെ നമ്മൾ അന്നേരം ഈ 100ൽ 1 10ൽ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. 5ന് ഏതിലാ വരിക? 1/10 ആണ് വരിക അല്ലെ. 3 എന്ന് പറയുമ്പോൾ 1/100 കഴിഞ്ഞില്ലേ. അപ്പൊ ഇവിടെ ഏതാണ്? 100ൽ ഒന്നുകൾ. 1/100. 100ൽ ഒന്നുകൾ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത് അല്ലെ. 3 100ൽ ഒന്നുകളാണുള്ളത്. എത്ര 10ൽ ഒന്നുകളാണുള്ളത്? 5 10ൽ ഒന്നുകളാണുള്ളത്. 125.473 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 10ൽ ഒന്നുകളുണ്ട്? എത്ര 10ൽ ഒന്നുകളുണ്ട്? അപ്പൊ നമ്മുടെ സംഖ്യ 125.473 ആണ്. ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ ആവശ്യമില്ല, പോയിന്റിന് ശേഷമാണ് അല്ലെ. 10ൽ 1 എന്നൊക്കെ പറയുമ്പോൾ 10ൽ 1 100ൽ 1 അങ്ങനെയൊക്കെ പറയുമ്പോൾ പോയിന്റിന് ശേഷമുള്ള സംഖ്യകൾ നോക്കിയാൽ മതി. അപ്പൊ 4 ഏതിന്റെ സ്ഥാനത്താ വരിക? 4 1/10ൽ 1 ആണ് 4 അല്ലെ. 10ൽ 1 ആണ് 4. 7 എവിടെയാണ് വരിക? 7 100ൽ 1 ആണ് 7. 100ൽ 1 ആണ് 7. 3 എവിടെയാ വരിക? 1000ൽ 1 ആണ് 3. 1000ൽ 1 ആണ് 3. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര 10ൽ ഒന്നുകളുണ്ട്? എത്ര 10ൽ ഒന്നുകളുണ്ട്? 10ൽ 1 അതിന് കറസ്പോണ്ടിങ് നമ്പർ 4 ആണ്. 4 10ൽ ഒന്നുകളാണുള്ളത്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം.